ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ അഞ്ചു ചേട്ടായുടെ കല്യാണം ഇങ്ങെത്തി. തലേദിവസം രാത്രിയിൽ നമ്മൾ മൈലാഞ്ചിക്ക് ഇട്ട്, പിന്നെ ചേട്ടായാണെങ്കിൽ കെട്ടാനൊക്കെ താലി കെട്ടാനൊക്കെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇതാണ് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്ത ഏറ്റവും ചെറിയ കസ്റ്റമർ. അവിടെ നിന്ന് മിക്ക കുറേ ആൾക്കാരുടെ കയ്യും ഞാൻ കുളവാക്കി, എൻ്റെ കയ്യും ഞാൻ കുളവാക്കി. അങ്ങനെ നമ്മൾ നേരെ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് നേരെ റൂമിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ അതേപോലെ തന്നെ 4 മണിക്ക് ആയപ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് റെഡിയായി. ഞാൻ എന്തിനായി റെഡി ആയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ഭയങ്കര റിഗർട്ട് അടിച്ചു. കാരണം എന്താ വെച്ചാൽ ബസ്സിൽ കയറി ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേനെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എൻ്റെ മേക്കപ്പും പോയി, എൻ്റെ ഡ്രസ്സും പോയി, എല്ലാം പോയി. അങ്ങനെ പുനലൂർ എത്തിയപ്പോഴാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്ട് അടുത്തു എന്ന് എനിക്കൊരു തീർച്ച കിട്ടിയത്. അങ്ങനെ നമ്മൾ ഫൈനലി കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ചെക്കനെയും വീട്ടുകാരെയൊക്കെ സ്വീകരിച്ച് നമ്മൾ ഏറ്റവും കാത്തിരുന്ന ധന്യ മുഹൂർത്തം ഇനി വന്നെത്തി ഗൈസ്. ഓക്കെ, അവർ കല്യാണം കഴിക്കട്ടെ, നമുക്ക് സദ്യ കഴിക്കാം. അങ്ങനെ എനിക്ക് അവിടുത്തെ സദ്യ ഭയങ്കര ഇഷ്ടമായി. ഞാൻ സദ്യ കഴിക്കുന്ന കണ്ടിട്ട് ആ കേറ്ററിംഗുകാർക്ക് ഭയങ്കര ഇഷ്ടമായി. അവരവസാനം എൻ്റെ അടുത്ത് വന്ന് റിവ്യൂ ഒക്കെ ചോദിച്ചിട്ടാണ് പോയത്. അടിപൊളി സദ്യ ആയിരുന്നു. പിന്നെ വീട്ടിൽ വന്നു, പാലും പഴമൊക്കെ കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഫംഗ്ഷന് വേണ്ടി റെഡി ആയി നമ്മൾ ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ.